Good morning. Session 22. Once again, we are going to our topic, the English sentence. അഞ്ചോ ആറോ ക്ലാസ്സുകളായി നാം ചർച്ച ചെയ്യുന്ന വിഷയം ഇംഗ്ലീഷ് സെൻറ്റൻസ് തന്നെയാണ്. അതിൻ്റെ ഗ്രാമറിലേക്ക്, സെൻറ്റൻസിൻ്റെ ഗ്രാമർ പാർട്ടിലേക്ക്, വ്യാകരണ ഭാഗത്തേക്ക് നാം ഇതുവരെ കടന്നിട്ടില്ല. നാം ഇപ്പോൾ പറയുന്നത് വാചകം എന്ന ആശയത്തെക്കുറിച്ചാണ്. ആ ആശയത്തിൻ്റെ വിശദീകരണമാണ്. നാം ഒരു വാചകം എഴുതുന്ന സമയത്ത്, പ്രത്യേകിച്ചും ഒരു ഇംഗ്ലീഷ് വാചകം എഴുതുന്ന സമയത്ത് അബോധപൂർവമായി നാം എടുക്കുന്ന ചില തീരുമാനങ്ങളുണ്ട്. ചില ഡിസിഷൻസ് ഉണ്ട്. വി ആർ വർക്കിംഗ് ഇൻ സം ഡീറ്റെയിൽസ് ഇൻ ടു ദോസ് ഡിസിഷൻസ് ബിക്കോസ് ദോസ് ഡിസിഷൻസ് ആർ വെരി കേർണൽ ടു ദ കൺസ്ട്രക്ഷൻ ഓഫ് ദ സെൻറ്റൻസ്. ഒരു വാചകം യാന്ത്രികമായി നാം എഴുതുകയോ പറയുകയോ ചെയ്യുകയല്ല ചെയ്യുന്നത്. ആശയവിനിമയത്തിൻ്റെ ഒരു സവിശേഷമായ യൂണിറ്റാണ് സെൻറ്റൻസ് എന്നുള്ളത് നാം ആദ്യം മനസ്സിലാക്കിയതാണ്. ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ദറ്റ് കമ്മ്യൂണിക്കേറ്റ്സ് എ കംപ്ലീറ്റ് മീനിങ് എന്ന് നാം തുടക്കത്തിൽ മനസ്സിലാക്കിയതാണ്. അപ്പോൾ ഈ ഒരു കംപ്ലീറ്റ്നെസ്, മീനിങ്, ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്, ഇത്തരത്തിലുള്ള പല കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നത് കൊണ്ട് വളരെ സങ്കീർണമായ ഒരു ഗ്രാമാറ്റിക് യൂണിറ്റാണ്. വ്യാകരണപരമായി വളരെ സങ്കീർണമായ ഒരു യൂണിറ്റാണ് ഒരു സെൻറ്റൻസ് എന്നുള്ളത് കൊണ്ടാണ് നാം അതിൻ്റെ പശ്ചാത്തലം, ഒരു സെൻറ്റൻസിൻ്റെ രൂപീകരണ പശ്ചാത്തലം ഒരല്പം വിശദമായി ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് പ്രത്യേകം ഓർമ്മിക്കുക, വി ഹാവൻറ്റ് സ്റ്റാർട്ടഡ് ഡിസ്കസിങ് ദ ഗ്രാമർ പാർട്ട് ഓഫ് ദ സെൻറ്റൻസ്. ഇതിൻ്റെ വ്യാകരണപരമായ കാര്യങ്ങളിലേക്ക് നാം ഇതുവരെ കടന്നിട്ടില്ല. അതിന് മുന്നോടിയായി ഒരു സെൻറ്റൻസ് എന്നുള്ളതിൻ്റെ താത്വികമായ, തിയററ്റിക്കലായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനാണ് നാം നടത്തുന്നത്. അതിൻ്റെ പല വശങ്ങൾ നാം പരിശോധിക്കുകയുണ്ടായി. ഒരു സെൻറ്റൻസിനകത്തെ അർത്ഥം എന്ന് പറയുന്നത് അതിനകത്തുള്ള വാക്കുകളുടെ അർത്ഥവും വ്യാകരണപരമായ യൂണിറ്റുകളുടെ അർത്ഥവും തമ്മിലുള്ള ഒരു തുലനത്തിൽ നിന്നും, ഒരു ബാലൻസിൽ നിന്നും ഉണ്ടാകുന്നതാണ് എന്ന് നാം മനസ്സിലാക്കുകയുണ്ടായി. ഒരു വാചകത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നതിലെ പ്രധാനപ്പെട്ട സ്വാധീനം ആ വാചകം ഏത് ഭാഷയിലാണോ എഴുതപ്പെട്ടിരിക്കുന്നത് ആ ഭാഷയുടെ സംസ്കാരമാണ് എന്നുള്ളത് നാം മനസ്സിലാക്കുകയുണ്ടായി. ഒരു വാചകത്തിൻ്റെ അർത്ഥത്തെ നിയന്ത്രിക്കുന്നതും മുന്നോട്ട് കൊണ്ടുപോകുന്നതും അതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്ന സവിശേഷമായ വ്യാകരണവും ആ വ്യാകരണത്തിൻ്റെ നിയമങ്ങളുമാണ് എന്നുള്ളതും നാം മനസ്സിലാക്കുകയുണ്ടായി. അപ്പോൾ ഇത്തരത്തിലുള്ള പല നിഗമനങ്ങളാണ് നാം ഈ കഴിഞ്ഞ 4-5 ക്ലാസ്സുകളായി സെൻറ്റൻസ് എന്നുള്ള ആശയത്തെക്കുറിച്ച്, സെൻറ്റൻസ് എന്നുള്ള കോൺസെപ്റ്റിനെ കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അപഗ്രഥിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അടുത്ത തലത്തിലേക്കാണ് നാം ഇവിടെ കടക്കുവാൻ പോകുന്നത്. ഇംഗ്ലീഷ് സെൻറ്റൻസ് എന്നുള്ളത് ഒരു എഴുതുന്ന സമയത്ത് നമുക്ക് പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യമാണെങ്കിൽ അതിന് വ്യക്തമായ വിശദീകരണമുണ്ട്. എന്തുകൊണ്ടാണ് ഒരു ഇംഗ്ലീഷ് വാചകം എഴുതുന്നത് പ്രയാസമുള്ളതായിരിക്കുന്നത് എന്നാണ്. അത് പ്രയാസമുള്ളതാണ് എന്ന ഒരു ബോധം ഒട്ടുമിക്ക സെക്കൻഡ് ലാംഗ്വേജ് ലേണേഴ്സിനും, അതായത് ഇംഗ്ലീഷ് മാതൃഭാഷയല്ലാത്ത ഒട്ടുമിക്ക പഠിതാക്കൾക്കും ഇത് ഒരൽപ്പം സങ്കീർണമായ കാര്യമാണ് എന്ന ഒരു ബോധമുണ്ട്. എന്തുകൊണ്ടാണ് ഇത് സങ്കീർണമാണ് എന്ന ഒരു തോന്നലുണ്ടാകുന്നത്? ഈ തോന്നലിൽ വാസ്തവമുണ്ടോ എന്നുള്ളതാണ് നാം പരിശോധിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു വാചകം എന്ന് പറയുന്നത് 3 തലങ്ങളിലെങ്കിലും നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. എ സെൻറ്റൻസ് ഈസ് ഫസ്റ്റ് കൺസീവ്ഡ് ഇൻ അവർ മൈൻഡ്. നമ്മുടെ മനസ്സിലാണ് ഒരു വാചകം ആദ്യമായി രൂപം കൊള്ളുന്നത്. ദെൻ ഇറ്റ് ഈസ് സ്പോക്കൺ. ഈ മനസ്സിൽ രൂപം കൊണ്ട വാചകം പറഞ്ഞു കഴിയുമ്പോൾ, പറയപ്പെട്ട് കഴിയുമ്പോൾ അത് ഇറ്റ് ബിക്കംസ് എ സ്പോക്കൺ സെൻറ്റൻസ്. ഈ സ്പോക്കൺ സെൻറ്റൻസിൽ നിന്നും അത് ഡോക്യുമെൻ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് അതൊരു റിട്ടൺ സെൻറ്റൻസ് ആവുന്നത്. എഴുതപ്പെട്ട ഒരു വാചകമാവുന്നത്. അപ്പോൾ ഒരു തോട്ടിൽ നിന്നും ഒരു സ്പോക്കൺ ഫോം, ഒരു സ്പോക്കൺ ഫോമിൽ നിന്നും ഒരു റിട്ടൺ ഫോം എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് വരുന്നത്. ഈ ഓരോ തലത്തിലും അതിൻ്റേതായിട്ടുള്ള, ആ തലത്തിൻ്റേതായിട്ടുള്ള സവിശേഷമായ നിയമങ്ങൾ അനുസരിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഒരു വാചകം സങ്കീർണമാവുന്നത്. അതുകൊണ്ടൊരു വാചകം എഴുതുവാൻ
ഒരു തൃപ്തികരമായ, ഒരു സാറ്റിസ്ഫാക്ടറി ആയ ഒരു ഇംഗ്ലീഷ് വാചകം എഴുതുവാനുള്ള പ്രയാസം എന്ന് പറയുന്നത് തികച്ചും അണ്ടർസ്റ്റാൻഡബിളാണ്. അത് തികച്ചും നമുക്ക് യുക്തിസഹമായി നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ, നമ്മുടെ മൈൻഡിൽ, നമ്മുടെ ഒരു കോൺസെപ്ച്വൽ മൈൻഡിൽ, ആശയപരമായ നമ്മുടെ ഒരു ലോകത്ത്, നമ്മുടെ ഒരു ചിന്താ ലോകത്ത് നാം സ്വരൂപിക്കുന്ന ഒരു ആശയം വളരെ സ്വതന്ത്രമാണ്. ഓക്കെ, ഇറ്റ് ഹാസ് എ ഫ്രീ എക്സിസ്റ്റൻസ്. Okay, it is not bound by the rules of vocabulary or the rules of grammar or the rules of usage or anything like that. It is a sensation. Okay, when it is conceived first, when a sentence is conceived first in our mind, it is a sensation. In the mind, sensation not of the body but of the mind, a sensation felt by the mind. Okay, or you can say that it's an idea. Okay, or you can say that it's a concept. അപ്പോൾ ഒന്നുകിൽ ഒരു അനുഭൂതി, ഒരു സവിശേഷമായ ബൗദ്ധിക അനുഭൂതി, അല്ലെങ്കിൽ ഒരു ആശയം, അല്ലെങ്കിൽ ഒരു ചിന്ത, ഒരു അവബോധം, ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അതിന് ഇവയുടേതായിട്ടുള്ള പ്രിവിലേജ് ഉണ്ട്. ഓക്കെ, ഇത് അമൂർത്തമാണ് എന്നുള്ളത്. ഇത്തരം കാര്യങ്ങൾ മുഴുവൻ ഇത് അബ്സ്ട്രാക്റ്റാണ് എന്നുള്ളതാണ്. സോ യു ഫീൽ എ സെൻറ്റൻസ്. ഓക്കെ, യു സെൻസ് എ സെൻറ്റൻസ്, യു ഫീൽ എ സെൻറ്റൻസ്, ഇൻഫാക്ട് യു ലീവ് എ സെൻറ്റൻസ് ദർ ട്രൂ. ഓക്കെ, അപ്പോൾ ഒരു സെൻറ്റൻസിൻ്റെ ഏറ്റവും പ്രാഥമികമായ രൂപം എന്ന് പറയുന്നത്, അതിൻ്റെ ഒരുപക്ഷെ ഏറ്റവും പ്യുവറായിട്ടുള്ള ശുദ്ധമായ രൂപം എന്ന് പറയുന്നത് ഈ ലെവലിലാണ്. അറ്റ് ദ ലെവൽ ഓഫ് ദ മൈൻഡ്. ഈ ലെവലിലാണ്, മനസ്സിൽ നമ്മളത് കൺസീവ് ചെയ്യുമ്പോഴാണ്. ഈ മനസ്സിൽ കൺസീവ് ചെയ്ത ഈ ഒരു സെൻറ്റൻസിനെ, അവിടെ സെൻറ്റൻസ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഈ ഒരു സവിശേഷ ആശയത്തെ ഒരു സെൻറ്റൻസ് ആയി മാത്രമേ നമുക്ക് മറ്റൊരാളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. കാരണം നാം നേരത്തെ പറഞ്ഞതുപോലെ, ഇഫ് യു വാണ്ട് ടു കമ്മ്യൂണിക്കേറ്റ് സംതിങ് ആസ് എ കംപ്ലീറ്റ് യൂണിറ്റ് ഓഫ് മീനിങ്, യു നീഡ് ദ ഫോർമാറ്റ് ഓഫ് എ സെൻറ്റൻസ്. ഓക്കെ, മറ്റൊരാളിലേക്ക് ഈ ഒരു ആശയത്തെ പകർന്നു കൊടുക്കുന്നത് പൂർണ്ണമായിട്ടാകണമെങ്കിൽ അതിനൊരു സെൻറ്റൻസിൻ്റെ ഫോർമാറ്റ് വേണമെന്നുള്ളത് കൊണ്ട് വി ആർ കമ്മിങ് ടു എ പോയിൻ്റ് ഓഫ് കോംപ്രമൈസ് ദറ്റ് വി ആർ സ്പീക്കിംഗ് ഇൻ എ സെൻറ്റൻസ്. ഒരു വാചകമായി നാം അത് പറയുന്നു. അപ്പോൾ ഈ മൈൻഡിൽ നിന്നും ഇറ്റ് ബിക്കംസ് ദ സ്പോക്കൺ ഫോം. ഓക്കെ, ഇവിടെയും നമ്മൾ നേരത്തെ കണ്ടത് ദ സ്പോക്കൺ ഫോം ഈസ് പ്രൈമറി ടു ലാംഗ്വേജ് എന്നാണ്. ഇത് ഭാഷയെ സംബന്ധിച്ച് വളരെ ബേസിക്കാണ്. പക്ഷേ പറയുന്ന സമയത്ത് വി ഓഫ് കോഴ്സ് ഫീൽ ദറ്റ് വി ഹാവ് മോർ ലിബർട്ടി, മോർ ഫ്ലെക്സിബിലിറ്റി. ഓക്കെ, ഓർ വാട്ട് യു കോൾ ലിബർട്ടി. ഓക്കെ, ഫ്ലെക്സിബിലിറ്റി, ലിബർട്ടി എന്നൊക്കെ പറയുന്നത് ആ സെൻറ്റൻസ് ഫോം ചെയ്യുന്നതിൽ നിങ്ങൾക്ക് എടുക്കാവുന്ന സ്വാതന്ത്ര്യമാണ്. ഓക്കെ, അതിനകത്ത് നിങ്ങൾക്ക് എടുക്കാവുന്ന എക്സ്ട്രാ ലിംഗ്വിസ്റ്റിക് ഫീച്ചേഴ്സിനെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ ഈ ലിബർട്ടി എന്നും ഫ്ലെക്സിബിലിറ്റി എന്നും ഒക്കെ പറയുന്നത്. ഐ ഷൽ ഗീവ് എൻ എക്സാമ്പിൾ സോ ദാറ്റ് ഇറ്റ് വിൽ ബി മോർ ക്ലിയർ. ഓക്കെ, ലുക്ക് അറ്റ് ദിസ് വൺ. Boost is the secret of my energy. Okay, and Sachin correcting it as our energy. Okay, whatever it is. Boost is the secret of my energy. Right? When this sentence is spoken, actually, you can give it some special effects. Right? You say it as you probably have heard this particular statement spoken hundreds of times over the TV. Say, boost is a secret of my energy. Boost is a secret of my energy. It creates a special kind of impact. And that impact is different from, say, when you say, boost is the secret of my energy, boost is the secret of my energy, it doesn't create any specific impact there. അപ്പോൾ ഈ ആദ്യം പറഞ്ഞ രീതിയിൽ ബൂസ്റ്റ് ഇസ് എ സീക്രട്ട് ഓഫ് മൈ എനർജി എന്ന് പറയുന്നതിനകത്ത് നിങ്ങൾ ചേർക്കുന്ന അഡീഷണൽ എലിമെൻറ്റ്സ്, നിങ്ങളുടെ പാഷൻ, നിങ്ങളുടെ ഇൻവോൾവ്മെൻറ്റ്, നിങ്ങളുടെ സ്ട്രെസ്, നിങ്ങളുടെ ആക്സെൻറ്റ്, ഈ കാര്യങ്ങളെല്ലാം സ്പോക്കൺ സ്റ്റേറ്റ്മെൻറ്റിന് മാത്രമുള്ളതാണ്. അതിനെക്കുറിച്ചാണ് say for example, I shall give you another example which will be more familiar to most of us. Okay,
ഒരു ഡിസംബർ മാസങ്ങളിൽ സാധാരണ കലണ്ടറിൻ്റെ പരസ്യം വരുന്ന സമയത്ത് മരിച്ചുപോയ മഹാനടൻ തിലകൻ്റെ ശബ്ദത്തിൽ ഒരു പരസ്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കലണ്ടർ മനോരമ തന്നെ, റൈറ്റ്? അപ്പോൾ ഇത് കലണ്ടർ മനോരമ തന്നെ എന്ന് പറയുന്നതും കലണ്ടർ മനോരമ തന്നെ എന്ന് പറയുന്നതും, എസ്പെഷ്യലി നോട്ട് ഇൻ മൈ വോയിസ്, ഇൻ തിലകൻസ് വോയിസ്, ഇറ്റ് ക്രിയേറ്റ്സ് എൻ ഇമ്പാക്റ്റ്. നിങ്ങൾക്ക് ഒരിക്കലും ഇറ്റ് ആക്ച്വലി റിവർബറേറ്റ്സ് ഇൻ യുവർ മൈൻഡ് വെൻ യു ലിസൺ ടു ദാറ്റ്, റൈറ്റ്? അത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പ്രതിധ്വനിക്കുകയാണ്. ഇതിനെയാണ് ഒരു എക്സ്ട്രാ ലിംഗ്വിസ്റ്റിക് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇത് നാം മുമ്പൊരു ക്ലാസ്സിൽ പറഞ്ഞതാണ്. നാം പറഞ്ഞത് it is not more than 20 to 30% of meaning that is communicated through words, and the remaining 70% of meaning is communicated through extra linguistic features like body language, voice modulation, and facial expressions, gestures, action, all these things. ഇതിനെയൊക്കെ നമ്മൾ എക്സ്ട്രാ ലിംഗ്വിസ്റ്റിക് ഫീച്ചേഴ്സ് എന്നാണ് പറയുന്നത്. നോൺ വെർബൽ ഫീച്ചേഴ്സാണ്. ഈ ഫീച്ചേഴ്സിലൂടെയാണ് യഥാർത്ഥത്തിൽ സംസാര ഭാഷയിൽ കൂടുതൽ അർത്ഥവും സംവേദനം ചെയ്യപ്പെടുന്നത്. കമ്മിങ് ബാക്ക്, അപ്പോൾ മൈൻഡിൽ ഒരു സെൻസേഷനോ അല്ലെങ്കിൽ ഒരു ഐഡിയ ആയിട്ടിരിക്കുന്ന ഒരു സെൻറ്റൻസ് ഇത് സ്പോക്കൺ ആവുന്ന സമയത്തും ഇറ്റ് ഈസ് ഹാവിങ് എ ലോട്ട് ഓഫ് ഫ്ലെക്സിബിലിറ്റി, ഇറ്റ്സ് ഹാവിങ് എ ലോട്ട് ഓഫ് ലിബർട്ടി. ഇതുള്ളത് കൊണ്ടാണ് പലപ്പോഴും നമുക്കൊരു തെറ്റിദ്ധാരണ തോന്നുന്നത് സ്പോക്കൺ ഇംഗ്ലീഷിനകത്ത് ഗ്രാമർ വേണ്ട അല്ലെങ്കിൽ വ്യാകരണ നിയമങ്ങൾ ബാധകമല്ല എന്ന് തോന്നുന്നത്. സിൻസ് യുവർ ലിസണർ ഈസ് വിത്ത് യു, since your audience is within your reach, you can take a lot of liberty when you are speaking something true. അതുകൊണ്ട് നമുക്ക് ഒരുപാട് എംബെഡഡ് ക്ലോസുകൾ ഉണ്ടാക്കാം. ഒന്നിനോടൊന്ന് ഒരു വലിയ കൺസ്ട്രക്ഷനകത്ത് നിരവധി ചെറിയ കൺസ്ട്രക്ഷനുകൾ ചേർക്കാം. ആൻഡ് യു ക്യാൻ ടേക്ക് സ്ലൈറ്റ് ലിബർട്ടീസ് വിത്ത് ദ ടെൻസസ് ദാറ്റ് യു ആർ യൂസിങ് ദർ. And there, of course, you have to remember that if you are breaking the rules, probably you will be creating confusion. അതും ഒരു വാസ്തവമാണ്. എന്തു തന്നെയാണെങ്കിലും നമുക്ക് വാചകത്തിൻ്റെ ദൈർഘ്യത്തിൻ്റെ കാര്യത്തിലും അവയിൽ ഉപയോഗിക്കുന്ന സ്ട്രെസ്സിൻ്റെയും ഇൻറ്റോണേഷൻ്റെയും ഒക്കെ കാര്യത്തിലും നമുക്ക് വലിയ സ്വാതന്ത്ര്യങ്ങൾ എടുക്കാവുന്നത് കൊണ്ടാണ് സ്പോക്കൺ ഇംഗ്ലീഷിൽ ഈ ഒരു ഗ്രാമർ ബാധകമല്ല എന്നുള്ള ഒരു തെറ്റിദ്ധാരണ നമുക്ക് പൊതുവെ വന്നു പോകുന്നത്. Let us go to the next level. From the spoken level, finally, we reach up to our point of discussion, the written sentence. The written sentence. അവിടെയാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ വരുന്നത്. കാരണം whatever liberty we enjoyed at this level is lost here because it is written, it is documented, it is going to be permanent. ഇവിടെയാണ് ഇതിനൊരു പെർമനൻസി. ഇതുവരെ ടെമ്പററി ആയിരുന്ന, ഇതുവരെ പാസിംഗ് ആയിരുന്ന ഒരു മീനിങ് എന്ന് പറയുന്നത് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് permanently at this level, at the written level. So you need to be abiding by the rules of vocabulary, the rules of grammar, the rules of usage, everything നമുക്ക് ഇവിടെ ബാധകമായിട്ട് വരുന്നു. This is the reason why writing a sentence is very difficult. ഒരു വാചകം എഴുതുക എന്നുള്ളത് യഥാർത്ഥത്തിൽ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായി തീരാൻ കാരണം അതിനകത്ത് ഇത്രയും സങ്കീർണത ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ആദ്യം നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു വാചകം എഴുതുന്നതിലുള്ള പ്രയാസം എന്ന് പറയുന്നത്, പ്രത്യേകിച്ചും ഇംഗ്ലീഷ് പോലുള്ള ഒരു ഭാഷയിലെ ഒരു വാചകം തയ്യാറാക്കുന്നതിലുള്ള പ്രയാസം എന്ന് പറയുന്നത് തികച്ചും സ്വാഭാവികമാണ്. അപ്പോൾ ഒരു വാചകത്തിനകത്ത് യഥാർത്ഥത്തിൽ രണ്ട് തരത്തിലുള്ള അർത്ഥങ്ങളുടെ ഒരു സമ്മേളനം ശരിക്കും നടക്കുന്നുണ്ട്. ഇതിൽ നിന്നും നാം എത്തുന്ന ഒരു നിഗമനവും അതാണ്. When we are speaking of two different kinds of senses, different kinds of meanings we are reaching here. ഒന്ന് ഒരു വാചകത്തിനകത്തുള്ളത്, ഒന്ന് you have a semantic kind of meaning, so there is a kind of semantic compulsion, you can say. ഇത് വളരെ ലളിതമാണ്. സെമാൻറ്റിക് കമ്പൽഷൻ എന്ന് പറഞ്ഞാൽ അർത്ഥവുമായി ബന്ധപ്പെട്ട ഒരു നിബന്ധന. സെമാൻറ്റിക്സ് ഈസ് അബൌട്ട് മീനിങ്. ഒരു വാചകം പറയുകയോ എഴുതുകയോ ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം, നിങ്ങൾ ഉദ്ദേശിച്ച അർത്ഥം നിലനിൽക്കണം എന്നുള്ള ഒരു നിർബന്ധം. അതുപോലെ തന്നെ
അതിൻ്റെ രണ്ടാം വശം നമുക്ക് വരുന്നത് ഒരു സിൻടാക്റ്റിക് കമ്പൽഷനും വരുന്നു. ഓക്കെ, ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് സിൻടാക്റ്റിക് കമ്പൽഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമാറ്റിക് കമ്പൽഷൻ. ഓക്കെ, എ കമ്പൽഷൻ ഓഫ് സിൻടാക്സ്. ഓക്കെ, ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് ഒരു വാചകം അതിൻ്റെ ഒരു സ്റ്റേറ്റസിൽ എത്തുന്നത്. ഒരു വാചകം എന്നുള്ള ഒരു സ്റ്റേറ്റസിൽ എത്തുന്നത്. എന്ത് സ്റ്റേറ്റസിൽ, എന്ത് തലത്തിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഘടനാപരമായ തലത്തിൽ. ഒരു വാചകം എന്ന ഘടനാപരമായ തലത്തിൽ കൃത്യമായ ഒരു സബ്ജക്റ്റും പ്രെഡിക്കേറ്റുമുള്ള ഘടന എന്നുള്ള രീതിയിൽ. രണ്ട്, കൃത്യമായ വേർബിൻ്റെ ടെൻസ് മാനേജ്മെൻറ്റ് നടക്കുന്ന ഒരു കൺസ്ട്രക്ഷൻ എന്നുള്ള രീതിയിൽ. അർത്ഥം കേന്ദ്രീകരിച്ചിരിക്കുന്നത് അതിൻ്റെ വേർബിലാണ്, അതിൻ്റെ ക്രിയയിലാണ്. അതുകൊണ്ട് ആ ക്രിയാപദത്തിൻ്റെ കാലം, അതിൻ്റെ ടെൻസ് കൃത്യമായി മാനേജ് ചെയ്യുന്ന ഒരു കൺസ്ട്രക്ഷൻ എന്നുള്ള രീതിയിൽ അർത്ഥത്തെ ലിമിറ്റ് ചെയ്യുന്ന ട്രൂ സെൻറ്റൻസ് ഈസ് പ്രോപ്പർലി ബാലൻസിങ് എവറി യൂണിറ്റ് ഓഫ് മീനിങ് വിത്തിൻ ഇറ്റ്. അതുകൊണ്ട് അതിൻ്റെ അർത്ഥത്തെ കൃത്യമായി തുലനം ചെയ്യുന്ന, ബാലൻസ് ചെയ്യുന്ന ഒരു യൂണിറ്റ് എന്നുള്ള രീതിയിൽ പല തലത്തിൽ ടെസ്റ്റഡ് ഓക്കെ എന്ന് നമ്മൾ പറയുന്നത് പോലെ പലതരത്തിൽ ഓക്കെ ആക്കപ്പെട്ട ഒരു വാക്കുകളുടെ ഒരു സംഘാതമാണ് ഒരു വാചകം എന്ന് പറയുന്നത്. സ്വാഭാവികമായും ഇതിൽ ഉൾപ്പെടുന്ന സങ്കീർണത വളരെ അണ്ടർസ്റ്റാൻഡബിളാണ്, നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. ഈ ഒരു അറിവ് വെച്ചുകൊണ്ട് നാം ഒരു ഇംഗ്ലീഷ് സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റ് പാർട്ടിലേക്ക് ഒന്നുകൂടെ മടങ്ങുകയാണ്. ഓക്കെ, yesterday we have discussed in some detail the example John loves Mary. Okay, and John loves Mary എന്ന utterance അതിൻ്റെ കോമ്പോണൻസ് മാറ്റുമ്പോൾ അതിൽ അഡ്ജക്റ്റീവ്സ് അതിൻ്റെ സബ്ജക്റ്റ് സൈഡിലും അതിൻ്റെ ഒബ്ജക്റ്റ് സൈഡിലും ആഡ് ചെയ്യുന്ന സമയത്തും അതിൻ്റെ വേർബിൽ ഏത് തരത്തിലുള്ള സെമാൻറ്റിക് ചേഞ്ചസ് ആണ് സംഭവിക്കുന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കി. ആ സെമാൻറ്റിക് ചേഞ്ചസ് അതിൽ ബാധിക്കുന്ന അർത്ഥപരമായ വ്യത്യാസങ്ങൾക്ക് ഒരു പരിധിവരെ ഭാഷാപരമായ സംസ്കാരവും ഭാഷയുടെ ഒരു സവിശേഷമായ ശൈലീ വിശേഷങ്ങളും ഒക്കെ കാരണമാണ് എന്നാണ് നാം ഇന്നലെ മനസ്സിലാക്കിയത്. ഇവിടെ വീണ്ടും നാം ഒബ്ജക്റ്റ് പാർട്ടിലേക്ക് അല്ലെങ്കിൽ പ്രെഡിക്കേറ്റിലെ ഒബ്ജക്റ്റ് സൈഡിലേക്ക് പോകുന്നതിന് മുമ്പ് വൺസ് അഗെയിൻ വി ആർ ലുക്കിംഗ് അറ്റ് ദ സബ്ജക്റ്റ് സൈഡ്. പ്രത്യേകിച്ച് ഇംഗ്ലീഷിനെ സംബന്ധിച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം, ഇറ്റ് ഈസ് എ വെരി അസർട്ടീവ് കൈൻഡ് ഓഫ് ലാംഗ്വേജ് വേർ ദ സ്ട്രെസ് ഈസ് falling generally on the subject part. Okay, even when you are speaking a sentence in the passive voice, you only say that the subject remain passive. ഓക്കെ, നമ്മൾ സാധാരണ ആക്റ്റീവ് വോയിസിനെ കുറിച്ചും പാസീവ് വോയിസിനെ കുറിച്ചും പറയുന്നു. ഇവിടെ ഈ പറയുന്നതിൻ്റെ അർത്ഥം സബ്ജക്റ്റ് എന്ന് പറയുന്നത് ആക്റ്റീവ് ആയിരിക്കുമ്പോൾ ആ വാചകം ആക്റ്റീവ് വോയിസിലും, സബ്ജക്റ്റ് എന്ന് പറയുന്നത് പാസീവ് ആയിരിക്കുമ്പോൾ അത് പാസീവ് വോയിസിലാണ് എന്നുമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. അല്ലാതെ പാസീവ് വോയിസിലെ സെൻറ്റൻസിൽ ഒബ്ജക്റ്റാണ് ആക്റ്റീവ് എന്ന് നമുക്ക് പറയുവാൻ കഴിയുകയില്ല. ദാറ്റ് വിൽ ബി റോങ്. അപ്പോൾ ഈ സബ്ജക്റ്റിൻ്റെ ആക്ടിവിസം എന്ന് പറയുന്നത്, സബ്ജക്റ്റിൻ്റെ അലേർട്ട്നെസ് എന്ന് പറയുന്നത് നാം ഡിസ്കസ് ചെയ്യുന്ന ഭാഷയെ സംബന്ധിച്ച് വളരെ ക്രൂഷ്യലാണ്. ഓക്കെ, the sentence is beginning from this point. This is the triggering point എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കർത്തൃത്വം എന്ന് പറയുന്നത്, ഓക്കെ, ഒരു ആക്ഷൻ്റെ കർത്തൃത്വം എന്ന് പറയുന്നത്, ഓക്കെ, അതിൻ്റെ ട്രിഗറിങ് എന്ന് പറയുന്നത് ആണ് ഈ ഒരു സെൻറ്റൻസിൻ്റെ ഫോർമേഷനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യം. ഇംഗ്ലീഷ് സെൻറ്റൻസിൻ്റെ കാര്യത്തിൽ വളരെ പ്രത്യേകിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. അപ്പോൾ ഈ സബ്ജക്റ്റ് പാർട്ട് എന്ന് പറയുന്നത് എപ്പോഴും, ഓക്കെ, ദ സബ്ജക്റ്റ് പ്രെഡിക്കേറ്റ് എന്നുള്ളതിനകത്ത് ദ സബ്ജക്റ്റ് എന്ന് പറയുന്നത് പലതായി മാറുന്ന ഒരു സവിശേഷതയും നമ്മൾ ഇംഗ്ലീഷിൽ കാണുന്നുണ്ട്. ഓക്കെ, വെൻ യു സേ ജോൺ ലവ്സ് മേരി, ദർ ഈസ് നോ പ്രോബ്ലം. John loves Mary. We don't have much confusions there because we are just limiting the subject to one particular person, one particular identity here, John. Okay, though we don't specify who John is or what John is. ശരി, ഇവിടെ ജോൺ നമുക്ക് വളരെ സ്പെസിഫിക് ആണ്. Okay, that is just one kind actually. Right? Okay, John is a noun. അതുകൊണ്ട് ഇവിടെ the noun is acting as a subject എന്ന് പറയാം. Okay, if a noun is acting as a subject, of course a pronoun also can act as a subject of a sentence. Say he
works hard is having a pronoun as the subject of a sentence. ഇവിടെ ഒരു പ്രോനൗൺ വരുന്നു. ഓക്കെ, നമ്മുടെ സ്ട്രെസ് എപ്പോഴും ഉണ്ടായിരുന്നത് ഒരു പ്രോപ്പർ നൗൺ ആയിരുന്ന ഒരു ഐഡൻറ്റിറ്റി. ആ പ്രോപ്പർ നൗൺ ആയിരുന്ന ഐഡൻറ്റിറ്റിയെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഒരു ഗ്രാമാറ്റിക്കൽ യൂണിറ്റിന്, പ്രോനൗൺ എന്നൊരു ഗ്രാമാറ്റിക്കൽ യൂണിറ്റിന് ഈ വാചകത്തിൻ്റെ സബ്ജക്റ്റ് ആവാൻ പറ്റും എന്ന് നാം കാണുന്നു. ഓക്കെ, അപ്പോഴൊരു ഒരു നൗണിനോ ഒരു പ്രോനൗണിനോ മാത്രമല്ല, ഈവൺ ഒരു അഡ്ജക്റ്റീവിന് പോലും. ഓക്കെ, ലുക്ക് അറ്റ് ദാറ്റ്. ഒരു വാചകത്തിൻ്റെ സബ്ജക്റ്റായിട്ട് മാറുന്ന ഒരു പൊസിഷനിൽ വരാം. സേ ദ ഗുഡ്, suffering always. The good are suffering always. Good, bad, goodness, badness നൗൺ ഫോം ആവുന്നു. ഗുഡ്, ബാഡ് എന്നുള്ളത് അഡ്ജക്റ്റൈവൽ ഫോം ആവുന്നു. അവിടെ നമ്മൾ അഡ്ജക്റ്റൈവൽ ഫോം ഗുഡ് എന്നുള്ളത് എടുത്തിട്ട് വി ആർ സേയിങ് ദ ഗുഡ് ആർ സഫറിങ് ഓൾവേസ്. ഓക്കെ, ഒരു സ്പെസിഫിക് നൗണിൻ്റെ ആവശ്യമില്ല, ഒരു പ്രോനൗണിൻ്റെ ആവശ്യമില്ല. അവയൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന, മാറ്റിവെക്കാൻ കഴിയുന്ന ഒരു അഡ്ജക്റ്റീവിന്, ഒരു കേവല നാമവിശേഷണത്തിന് ഒരു വാചകത്തിൻ്റെ സബ്ജക്റ്റ് ആവാൻ കഴിയുന്നു. അതല്ലാതെ മറ്റ് ഗ്രാമാറ്റിക്കൽ യൂണിറ്റുകൾക്കും ഇതേ റോൾ എടുക്കാൻ കഴിയുമെന്നുള്ളിടത്താണ് ഇതിൻ്റെ കോംപ്ലക്സിറ്റി വീണ്ടും കൂടുന്നത്. ലുക്ക് അറ്റ് ദിസ്. യു ക്യാൻ ഹാവ് എ ടു ഇൻഫിനിറ്റീവ്. ദിസ് ഈസ് സംതിങ് വി ഹാവ് ഡിസ്കസ്ഡ് ഏർലിയർ ഇൻ ദ ക്ലാസ്. ടു ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് മുൻപത്തെ ഒരു വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഓക്കെ, കാലം എന്നുള്ള ഒരു എലിമെൻറ്റ്, ടെൻസ് എന്നുള്ള ഒരു എലിമെൻറ്റ് കാണിക്കാത്ത വേർബിൻ്റെ ഒരു രൂപത്തിനെയാണ് ഇൻഫിനിറ്റീവ് എന്ന് വിളിക്കുന്നത്. അതിന് മുന്നിൽ നമ്മളൊരു ടു ചേർത്ത് കഴിയുമ്പോൾ അത് ടു ഇൻഫിനിറ്റീവായി മാറുന്നു. ഓക്കെ, സോ ലെറ്റ് us have an example here. ഓക്കെ, ടു സീ ഈസ് ടു ബിലീവ് എന്നൊരു സെൻറ്റൻസ് നമ്മൾ എഴുതുന്നു. ടു സീ ഈസ് ടു ബിലീവ്. വീണ്ടും മനസ്സിലാക്കുക, ഇത് അഡ്ജക്റ്റീവ് പോലുമല്ല, ഇത് ടെൻസ് ഉപയോഗിക്കാത്ത ഒരു വേർബിൻ്റെ രൂപമാണ് ടു സീ എന്നുള്ളത്. പക്ഷേ ഇറ്റ് ക്യാൻ ആക്ട് ആസ് എ സബ്ജക്റ്റ്, റൈറ്റ്? ആൻഡ് ദിസ് ഈസ് എ ഗ്രാമാറ്റിക്കൽ യൂണിറ്റ് വിച്ച് ഇസ് ട്രിഗറിങ് ആൻ എൻറ്റയർ സെൻറ്റൻസ് എന്നുള്ളത്. ഇവിടെ ഒരു ടു ഇൻഫിനിറ്റീവ് മാത്രമല്ല, നമുക്ക് വേണം, ഇഫ് യു വാണ്ട് an ing form coming in the subject position, that also can come. Say, we can call it either a gerund or you can call take it as a present participle even. ഇത് രണ്ട് ഫോമിനകത്തും ing വരുന്നത് കൊണ്ട് ഏതിൽ വേണമെങ്കിലും. ഓക്കെ, സോ ഐ എം ടേക്കിംഗ് present participle. Say walking is a good exercise. ing ഫോം പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ആണ് എന്നുള്ള ധാരണയിലാണ് ഞാനിവിടെ വാക്കിംഗ് ഈസ് എ ഗുഡ് എക്സസൈസ് എന്നുള്ള ഒരു എക്സാമ്പിൾ ഇവിടെ തരുന്നത്. യു ക്യാൻ സ്റ്റിൽ സേ ദാറ്റ് ഇറ്റ് ക്യാൻ ബി എ ജെറണ്ട് ആസ് വെൽ. ഇറ്റ് ക്യാൻ ബി വാക്കിംഗ് എന്നുള്ള ഫോം ജെറണ്ടുമാണ്, ഒരു വേർബൽ നൗൺ എന്ന് പറയുന്ന ഒരു ജെറണ്ടും കൂടിയാണ്. ഓക്കെ, ഡോണ്ട് വെറി അബൌട്ട് ദീസ് ഡീറ്റെയിൽസ്. നൗ വി വിൽ കം ബാക്ക് ഇൻ ഡീറ്റെയിൽ. ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഒരു ഡിസ്കഷനിലേക്ക് നമ്മൾ വിശദമായി വാട്ട് ആർ ദീസ് യൂണിറ്റ്സ് എന്നുള്ളത് വി വിൽ ഡിസ്കസ് ഇൻ ഡീറ്റെയിൽ. സോ ഡോണ്ട് വെറി. ഓക്കെ, and say if you want more items, more grammatical items to occupy the subject position, you can say, okay, a phrase can become the subject of a sentence, a clause can become the subject of a sentence, right? അപ്പോൾ ഇതൊക്കെ ഗ്രാമാറ്റിക്കൽ യൂണിറ്റ്സ് ആണ്. ഈ കാര്യങ്ങൾക്കെല്ലാം ഒരു വാചകത്തിൻ്റെ സബ്ജക്റ്റായി വരാൻ കഴിയും എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, the thought process is actually centering upon these grammatic പാരഫെർണേലിയ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഗ്രാമാറ്റിക്കൽ കോൺസെപ്റ്റുകളെ ആണ് നമ്മുടെ ബോധത്തിൽ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആദ്യം കോൺസെപ്റ്റായും ആ കോൺസെപ്റ്റിനെ സ്പോക്കണായും ആ സ്പോക്കണായ സാധനത്തിനെ റിട്ടൺ ആയിട്ട് നമ്മൾ മാറ്റുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്വാഭാവികമായും നമുക്ക് സംശയിക്കാം, വ്യക്തമായ കോൺക്രീറ്റായ ഒരു ആശയത്തോട് അല്ലാതെ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ എന്നുള്ളത്. സേ ദ വേസ് ഓഫ് ദ മൈൻഡ് ആർ വെരി സ്ട്രേഞ്ച്.
ഓക്കെ, നമ്മുടെ ഒരു സൈക്കോളജി എന്ന് പറയുന്നത്, നമ്മുടെ മനസ്സിൻ്റെ ഒരു വർക്കിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഇന്നും പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു തരം സങ്കീർണതയാണ്. ഓക്കെ, അതുകൊണ്ട് അത് കൃത്യമായ ആശയങ്ങളിലാണോ മനസ്സ് ചിന്തിക്കുന്നത് എന്ന് നമുക്കിപ്പോഴും അത് പറയുവാൻ കഴിയുകയില്ല. ഓക്കെ, പല സെൻസേഷനുകളെയും അത് അതേ രൂപത്തിൽ തന്നെ കോഡ് ചെയ്യാനായി അത് പലതരത്തിലുള്ള ഉപാധികളെ ആശ്രയിക്കുന്നുണ്ടാകാം. അതുകൊണ്ട് തിങ്കിങ് ലെവലിൽ, ഇത് മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ ഇത് വളരെ ക്ലിയർ ആണ്. പ്ലേറ്റോ നാം എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഒരു ഗ്രീക്ക് ഫിലോസഫറായിരുന്ന പ്രശസ്തനായിരുന്ന ഗ്രീക്ക് ചിന്തകനായിരുന്ന പ്ലേറ്റോ കലയെക്കുറിച്ച് പറയുന്ന സമയത്ത് അദ്ദേഹം പറയുന്ന പ്രശസ്തമായൊരു വാചകം, ആർട്ട് ഈസ് ട്വൈസ് റിമൂവ്ഡ് ഫ്രം റിയാലിറ്റി എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഓൾ ആർട്ട് ഈസ് കൺസീവ്ഡ് ബേസിക്കലി ആസ് എൻ ഐഡിയ ഫസ്റ്റ്. ഓക്കെ, ആൻഡ് ദാറ്റ് ഐഡിയ ഈസ് റിമൂവ്ഡ് ഇൻ ടു മെറ്റീരിയൽ ഫോം എന്ന് പറഞ്ഞാൽ ഈ ഒരു ആശയത്തെ ആണ് അതിൻ്റെ രൂപകൽപ്പനയാക്കി മാറ്റുമ്പോഴാണ് അത് ഒരു കലാവസ്തുവായി മാറുന്നത്. അതുകൊണ്ട് ഇറ്റ് ഈസ് ട്വൈസ് റിമൂവ്ഡ്. ഫസ്റ്റ് അതൊരു ആശയമാണ്, പിന്നെ അത് ഇറ്റ് ഈസ് ഷെയർഡ് ആസ് എ കോൺസെപ്റ്റ്. ഓക്കെ, ആ കോൺസെപ്റ്റിനെ ഒരു മെറ്റീരിയൽ ഫോമിലേക്ക് കൊടുക്കുമ്പോഴാണ് അത് ഒരു ഒബ്ജക്റ്റായി മാറുന്നത് എന്നുള്ളൊരു ഒരു തിയറിയുണ്ട്. വി ആർ നോട്ട് സ്പീക്കിംഗ് ഓഫ് പ്ലേറ്റോസ് കോൺസെപ്റ്റ് ഓഫ് ഇമിറ്റേഷൻ ഓഫ് ദ ഒറിജിനൽ ഐഡിയ. നമ്മളിപ്പോൾ പറയുന്നത്, നമ്മളത് ഇവിടെ സൂചിപ്പിക്കാൻ കാരണം, ഇതുപോലെ ആദ്യം ഒരു ആശയരൂപത്തിൽ നിലനിൽക്കുന്ന ഒരു വസ്തുത അത് സ്പോക്കണായി കഴിയുന്ന സമയത്ത് കൂടുതൽ സ്പഷ്ടമാവുന്നു, അത് റിട്ടൺ ആവുന്ന സമയത്ത് അതിനേക്കാൾ കൂടുതൽ സ്പഷ്ടമാവുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു വാചകത്തിൻ്റെ സബ്ജക്റ്റ് എപ്പോഴും ഒരു നൗൺ ആയിരിക്കണം, അതൊരു പ്രോപ്പർ നൗൺ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് യൂണിറ്റ് ആയിരിക്കണം എന്ന് നമുക്കൊരു നിർബന്ധം പിടിക്കുവാൻ കഴിയുകയില്ല. ഒരു വാചകത്തിൻ്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഏതൊരു ഗ്രാമാറ്റിക് യൂണിറ്റും ആയിത്തീരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് ആ ടിപ്പിക്കൽ ഗ്രാമാറ്റിക് യൂണിറ്റിന് അനുവദനീയമായിട്ടുള്ള മുഴുവൻ സ്വാതന്ത്ര്യങ്ങളും, okay, every kind of liberty that it is supposed to possess and occupy, അത് മുഴുവൻ ഈ വാചകത്തിലെ സബ്ജക്റ്റിന് ബാധകമായി തീരും. എന്ന് പറയുകയാണെങ്കിൽ ഒരു ടു ഇൻഫിനിറ്റീവിന് എന്തെല്ലാം സാധ്യതകളുണ്ടോ ആ സാധ്യതകൾ മുഴുവൻ ഈ ഒരു വാചകത്തിൽ, ഈ ഒരു ടു ഇൻഫിനിറ്റീവ് സബ്ജക്റ്റായിട്ട് ഉപയോഗിക്കുന്ന ഈ ഒരു വാചകത്തിൽ അത് എൻ്റർടൈൻ ചെയ്യുന്നുണ്ട്, അത് സത്യത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ടു സീ ഈസ് ടു ബിലീവ്. ഓക്കെ, അവിടെ ഈ ഒരു സെൻറ്റൻസ് മാത്രം നോക്കി കഴിയുകയാണെങ്കിൽ ടു സീ ഈസ് എൻ എക്സ്പ്രഷൻ വിച്ച് ഡസൻറ്റ് ഹാവ് എനി റെഫറൻസ് ടു ടൈം. ടു സീ, കാണൽ എന്നാണ്. റൈറ്റ്, ആൻഡ് വാട്ട് ഈസ് ഫോളോയിങ് ഈസ് എ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് വെർബ് ഈസ്. ഓക്കെ, അപ്പോൾ ഈ ടു സീ എന്നുള്ളതിന് അവിടെ ക്രിയയുടെ യാതൊരു തരത്തിലുള്ള സ്റ്റേറ്റസുമില്ല. അതേസമയം അതിനെ തുടർന്ന് വരുന്ന വേർബ് കൃത്യമായ ക്രിയയാണ്. ഓക്കെ, അതേസമയം ഗ്രാമാറ്റിക്കലി ക്രിയയുടെ ഒരു രൂപം തന്നെയായിട്ടുള്ള ഇൻഫിനിറ്റീവ് അതിൻ്റെ ക്രിയാപരമായുള്ള മുഴുവൻ സവിശേഷതകളെയും മാറ്റിവെച്ചുകൊണ്ട് ഈ ഒരു പ്രസൻറ്റ് ടെൻസിലേക്ക്, അതായത് ഒരു യൂണിവേഴ്സൽ പ്രസൻറ്റിലേക്ക് മാറുന്നതാണ് ഈ സെൻറ്റൻസിൽ നമ്മൾ കാണുന്നത്. ഇത്രയും സങ്കീർണമായ ഒരു വ്യാകരണ വ്യവഹാരം ഈ ഒരു ചെറിയ വാചകത്തിൽ പോലും സംഭവിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഇതിൻ്റെ രണ്ടാം ഭാഗം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ടു സീ ഈസ് ടു ബിലീവ് എന്നുള്ളതാണ്. ഈ ടു ബിലീവ് എന്നുള്ളത് മറ്റൊരു ടു ഇൻഫിനിറ്റീവ് ആണ് എന്ന് നാം മനസ്സിലാക്കുന്നു. ഓക്കെ, ചുരുക്കി പറഞ്ഞാൽ സങ്കീർണത എന്നുള്ളത് ഈ ഭാഷയിൽ എംബഡഡ് ആയിട്ടുള്ള, അതിൽ ഉൾച്ചേർന്നിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ സൂക്ഷ്മമായ അപഗ്രഥനത്തിലൂടെ മാത്രമേ ഏത് വിധത്തിലാണ് നാം ഉദ്ദേശിക്കുന്ന കൃത്യമായ അർത്ഥം, നമ്മുടെ മനസ്സിൽ കൃത്യമായി ടാർഗറ്റ് ചെയ്യുന്ന അർത്ഥം നമുക്ക് ഒരു വാചകത്തിൽ റിയലൈസ് ചെയ്യുവാൻ കഴിയുക എന്നുള്ളത് മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. ഒരു സങ്കീർണമായ അപഗ്രഥനത്തിലൂടെ മാത്രമേ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. Okay, we shall see again in the next class. Thank you.